ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്ന ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രുതി വന്ന് ചായ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ശ്രുതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് പറ്റില്ല, നീ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് നിന്ന് ചന്ദ്ര വന്നിട്ട് പറയാണ്, നോക്ക് അധികം നാൾ നീ ഇങ്ങനെ പറയില്ല, ഇതൊക്കെ നിൽക്കും, നീ കണ്ടോ, നീ ടീ ഉണ്ടാക്കി കൊടുക്കണ്ട, ഇവിടെ എല്ലാറ്റിനും നീ വേണമെന്നില്ല, അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ നീ അതവിടെ വെച്ചേക്ക്. എൻ്റെ മോനും മരുമോൾക്കും ചായ ഉണ്ടാക്കി കൊടുക്കാനേ എനിക്കറിയാം. ചന്ദ്ര ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ രേവതി അവരെ തന്നെ നോക്കിയിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ്. കാണിക്കുന്നത് സച്ചിയും ശ്രീകാന്തും ആ ഷോപ്പിലേക്ക് പോവുകയാണ്, അതായത് CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ അതാണ് മാനേജർ. സാർ നമസ്കാരം. നമസ്കാരം, പറയൂ. ശ്രീകാന്ത് ചോദിക്കാണ്, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? കുറച്ച് നാൾ മുമ്പ് ഞാനിവിടെ വന്നിരുന്നു CCTVയുടെ ഫുട്ടേജ് കാണാൻ. എന്നായിരുന്നു? കുറച്ച് നാളായി. ഏട്ടനൊരു കഞ്ചാവ് കേസുമായി അറസ്റ്റ് ചെയ്തപ്പോൾ വന്നതാ. അന്ന് സാറ് CCTV ദൃശ്യം ഞങ്ങളെ കാണിച്ചിരുന്നു, ഓർമ്മയില്ലേ സാറിന്? കാറിൽ രണ്ടുപേര് കഞ്ചാവ് അടങ്ങിയ ബോക്സ് വെക്കുന്നത്. ഓ, ഇപ്പോൾ ഓർമ്മ വന്നു സാർ. ആ CCTV ഫുട്ടേജ് ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു. ഇതിനി? അപ്പോൾ സച്ചി ഇടപെട്ടു. സച്ചി പറഞ്ഞു, സാർ ഞാൻ ഇവൻ്റെ ഏട്ടനാ, എൻ്റെ കാറിലാണ് കഞ്ചാവ് വെച്ചത്. എന്നെ ഒരുത്തൻ ചതിച്ചതാ സാറേ. അവനെതിരെ പോലീസിൽ പരാതി കൊടുക്കണം. ദയവായി CCTV ഫുട്ടേജ് തരണം സാറേ. അതിനു വേണ്ടി ഞങ്ങൾ വന്ന്. തെളിവ് കിട്ടിയാൽ അവനെ ഉടൻ അറസ്റ്റ് ചെയ്യും. പ്ലീസ് സാർ, തരണം സാർ. ആ CCTV ഫുട്ടേജ് ഇപ്പോൾ സിസ്റ്റത്തിലില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സാർ അത് അന്ന് കണ്ടിരുന്നല്ലോ, കുറച്ച് നാൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഓരോ ആഴ്ച കഴിഞ്ഞാൽ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യും. എത്ര നാൾ സൂക്ഷിച്ചു വെക്കും? ചോദിക്കാണ്. തിരിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാർ? ഒരു വഴിയും ഇല്ല സാർ പ്ലീസ് സാർ, എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുത്ത് തരണം സാർ. അത് നൽകിയാലേ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യൂ. അവൻ കാരണം നിരപരാധിയായ എന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിപ്പം വർക്ക്ഷോപ്പിലാണ്, എല്ലാം ചെയ്തത് അവനാ. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം സാർ. സാർ എന്നെ സഹായിക്കണം സാർ. ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. അതിൽ ഡിലീറ്റ് ചെയ്തു പോയില്ലേ? അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നതാണെങ്കിൽ അത് അന്ന് തന്നെ നിങ്ങൾ എടുത്തു വെക്കണ്ടേ? ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ സാർ? സോറി. ഇല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവന് വല്ലാത്ത വിഷമായി. ശ്രീകാന്ത് അടുത്ത് പോയിട്ട് ഏട്ടാ എന്ന് വിളിച്ചു. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ അവൻ പോയി. ഇനി എന്ത് ചെയ്യും? ആകെ ഉണ്ടായിരുന്ന തെളിവായിരുന്നു അത്. ശ്രീകാന്തിനോട് സച്ചി പറയാണ്, എടാ CCTV ദൃശ്യം നീ എടുത്തില്ല, എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഫോണിലെങ്കിലും എടുക്കണ്ടേ? ഞാൻ ഫോണിൽ എടുത്തു ഏട്ടാ, അതും ഡിലീറ്റ് ആയിപ്പോയി. ശ്രീകാന്തേ, CCTV ഫുട്ടേജിൽ കണ്ടത് ഗജാനന്ദൻ്റെ ആൾക്കാരാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് അപ്പോൾ അതായത് സച്ചിയുടെ ചങ്ങായി പറയാണ്, നിനക്ക് അവരെ അറിയാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ. പിന്നെ ശ്രീകാന്ത് ഉരുളുകയാണ്. അത് പിന്നെ അപ്പോൾ സച്ചി ചോദിക്കാണ്, നിനക്കെങ്ങനെയാണ് അവരെ മനസ്സിലായതടാ? അത് പറയടാ, നിനക്കെങ്ങനെയാണ് അവരെ അറിയാം? അന്ന് എൻ്റെ കൂടെ രേവതിയെടുത്തിയും ദേവും ഉണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു രണ്ടുപേരെയും. അന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ നീ എന്താ പോലീസുകാരോട് ഇതൊന്നും പറയാതിരുന്നേ? അത് പിന്നെ ഏട്ടനെ പുറത്തിറക്കാനുള്ള ടെൻഷനിൽ വിട്ടുപോയതാ. ഛേ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ നിരപരാധിത്വം പറഞ്ഞ് പുറത്തിറങ്ങാമായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യൻ്റെ കാല് പിടിക്കാൻ പോകേണ്ടി വരില്ലായിരുന്നു. ചൂടായി. അപ്പോൾ ഇതൊക്കെ രേവതിക്ക് അന്നേ അറിയായിരുന്നു അല്ലേ? എല്ലാം അറിഞ്ഞിട്ടും അവൾ എന്നോടും പറഞ്ഞില്ല, മൂടി വെച്ചു. നിനക്കെങ്കിലും അതെന്നോട് പറയാമായിരുന്നില്ലേ? ഏട്ടത്തി ഏട്ടനോട് പറയല്ലേ എന്ന് പറഞ്ഞു, അതാ ഞാൻ പറയാതിരുന്നത്. അവൾ പറഞ്ഞാൽ നീ കേൾക്കണോടാ? എന്തിനാ അവൾ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞേ? ഏട്ടന് ദേഷ്യം വന്നാൽ എന്താടാ കുഴപ്പം? ഇപ്പം തന്നെ കണ്ടില്ലേ, ദേഷ്യം കൊണ്ട് തിളക്കുക. ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്നേ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ എന്തായിരിക്കുമെന്ന് നമുക്ക് ഇന്നേ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏട്ടനോട് പറയണ്ട എന്ന് പറഞ്ഞത്. ഞാനെന്ത് ചെയ്യണ്ട എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ? നീ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ ഗജാനന്ദനെ പിടിച്ച് അകത്താക്കായിരുന്നു. എന്ത് തെളിവ് കാണിക്കും അവനെതിരെ? എന്ത് പരാതി കൊടുക്കും? ഏട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് വിട്. ഏട്ടൻ ഗജാനന്ദനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തല്ലോ, അതുപോരെ? അത് പോരാ ഏട്ടാ, മിണ്ടരുത് നീ. അവൾ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കാൻ നീ കൊച്ചുകുട്ടിയാണോടാ? അന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ കാറ് വർക്ക്ഷോപ്പിൽ കിടക്കില്ലായിരുന്നു. 2 ലക്ഷം രൂപയാണ് കാറ് റിപ്പയർ ചെയ്യാൻ കൊടുത്തത്. എന്നിട്ടും കാറ് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. കടം വാങ്ങിക്കാൻ ഓടുക ഞാൻ, അറിയോ നിനക്ക്? രേവതി എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? ബുദ്ധിയില്ലേ അവൾക്ക്? അവളുള്ള സത്യം എന്നോട് പറയണ്ടേ? അവളുടെ വീട്ടിൽ വന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഗജാനന്ദനെ ഞാൻ അടിച്ചത്. അവിടുന്ന് തുടങ്ങിയതാ പ്രശ്നങ്ങൾ. ഇപ്പം എല്ലാം എൻ്റെ തലയിൽ വന്നു വീണു. എല്ലാം അറിയായിരുന്നിട്ടും അവൾ എന്തിനീ സത്യം മറച്ചു വെച്ചു?
അവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് അവന് പോകാനൊരുങ്ങാണ്. അപ്പോൾ ശ്രീകാന്തൊക്കെ തടുത്ത് വെക്കുന്നുണ്ട്. പോവല്ല ഏട്ടാ ഏട്ടാ പോവല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും അവൻ കൈ കുടഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ടേബിളിൽ ഇരുന്നിട്ട് ചായ ഊതി ഊതി കുടിക്കുകയാണ്. അതിനടുത്ത് തന്നെ ശ്രുതിയും ശ്രുതിയും കൂടിയുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ശ്രുതി, ഇപ്പോഴോ? പിന്നെ പോവാം, പിന്നെ ഒരു ദിവസം പോവാം. അപ്പോൾ ചന്ദ്ര പറയാണ്, പോകുമ്പോൾ പറയണം, ഞാനും കൂടി വരാം. അപ്പോൾ ശ്രുതി പറയാണ്, അല്ല ശ്രുതി, ഇപ്പോൾ നല്ല സിനിമയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വരുന്നില്ലടാ, ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ പോയിക്കോ. അല്ല, നല്ല സിനിമ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ശ്രുതി? ചന്ദ്ര പറയാണ്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ല സിനിമയില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നല്ല സിനിമയുണ്ട്. ചന്ദ്ര, നിന്റെ മനസ്സിലിരിപ്പോൾ എനിക്ക് മനസ്സിലായി, വെച്ചിട്ടുണ്ടാകാം നിനക്ക്. അതിവേഗത്തിൽ കാറും കൊണ്ട് ഓടി വരികയാണ്. എന്നാൽ ഉടൻ വിളിക്കുകയാണ്, രേവതി. ഏട്ടാ ഏട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ ഏട്ടാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പിടിച്ചു വെക്കുന്നുണ്ട്. അവനെ തള്ളി മാറ്റിയിട്ട് സച്ചി അകത്തേക്ക് വരികയാണ്. രേവതി രേവതി, അവൻ എവിടെയും കാണാനായിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ്. എവിടെയാ അവൾ? ആ, എൻ്റെ സൈഡ് ബാഗിലുണ്ട്, അവിടുന്ന് പോയി എടുത്തോ. കൈ ചൂണ്ടി അമ്മയോട് പറയാണ്. ദേ, എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത്. രേവതി എന്ന് വിളിച്ച് അവൻ പിന്നെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പിന്നാലെ പോകുന്ന ശ്രീകാന്തിനോട് ചന്ദ്ര പറയാണ്, ഡാ, അവൻ ദേഷ്യം പിടിച്ച് തിളക്കുകയാണല്ലോ. തലയിൽ കെട്ടൊക്കെയുണ്ട്, എന്താ പറ്റിയേ? ആകെ പ്രശ്നമായിരിക്കുക. രേവതി അടുപ്പത്ത് കിടക്കുന്ന എന്തോ സംഭവം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി വെന്ത് പണിയെടുത്ത് പോയിട്ട് അവിടെ കാണുന്ന കുറച്ച് പ്ലേറ്റുകളുണ്ട്, അതൊക്കെ തട്ടി താഴെ ഇട്ടു. എന്തായി കാണിക്കുന്നേ? രേവതി ചോദിക്കുക. അയ്യോ, ഇതെന്താ പറ്റിയേ? എന്താ തലയിൽ കെട്ടൊക്കെ എന്ന് പറഞ്ഞ് അവൾ തലയിലേക്ക് കെട്ടുപിടിക്കാൻ വേണ്ടി പോയ സമയത്ത് അവൻ കൈ തട്ടി മാറ്റി. എന്നെ തൊടരുത്, ഒക്കെ നീ കാരണം. ഞാനോ? ഞാനെന്താ ചെയ്തേ? ചെയ്യാവുന്നതൊക്കെ ചെയ്ത്. ഇത് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതാണോ നീ? ഞാനെന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അഭിനയം നിർത്ത്. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ നിന്നെ മടിയിരുത്തി കൊഞ്ചിക്കണോ ഞാൻ? നീ കാണിച്ചതിന് എന്താ വേണ്ടെന്നറിയോ? എല്ലാവരും അടുക്കളയിൽ വന്ന് നോക്കുകയാണ്, ശ്രുതിയും ചന്ദ്രയും ശ്രീകാന്തും ഒക്കെ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ പ്രശ്നം? സച്ചിൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ ശ്രുതി, കുറച്ച് നാൾ അവൻ അവളെ തലയിലേറ്റി നടക്കും, പിന്നെ എടുത്ത് തറയിലെറിയുമെന്ന്. ഇന്നവൻ അവളെ പറപ്പിക്കും. എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? നിങ്ങളിന്ന് സിനിമയ്ക്കൊന്നും പോകണ്ട, ഇവിടെ കാണാം നല്ല ഇടിപ്പടം. എന്താ അമ്മേ ഇങ്ങനെ? കഷ്ടം തന്നെ. ശ്രീകാന്ത് പറയാണ്. നിൽക്കവിടെ, നീ അങ്ങോട്ടൊന്നും പോകണ്ട. ശ്രീകാന്തിനോട് ചന്ദ്ര പറയാണ്. പ്രതി ചോദിക്കാണ്, എന്തിനാ ഒരു കാരണമില്ലാതെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അറിയില്ലേ എന്താ ചെയ്തതെന്ന്? നിനക്കറിയില്ലേ? അറിയില്ലേ നീ ചെയ്ത തെറ്റെന്താണെന്ന്? നീ ചെയ്ത തെറ്റ് നിനക്കറിയില്ലേ? എന്തിനാ നീ എല്ലാം മറച്ചു വെച്ചത്? എന്ത് മറച്ചു വെച്ചെന്നാ നിങ്ങളീ പറയുന്നേ? ആര് കാരണാ എൻ്റെ കാറ് പോലീസ് പിടിച്ചത്? പറയേ, എൻ്റെ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആര് കാരണാ? അത് എന്താ നിന്ന് പരിങ്ങുന്നേ? തെറ്റ് ചെയ്തതുപോലെ തല കുനിക്കുന്നേ? എൻ്റെ കാറ് പോലീസ് പിടിക്കാൻ കാരണം ഗജാനന്ദനാ. അവൻ പ്ലാൻ ചെയ്ത് കാറിൽ കഞ്ചാവ് വെച്ച് എന്നെ ചതിച്ചു. അറിയാമായിരുന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്താ? നിനക്കത് അറിയില്ലെന്നാണോ പറയാൻ പോകുന്നത്? എനിക്കെല്ലാം മനസ്സിലായടി. ഇനി നീ നിൻ്റെ അഭിനയം നിർത്ത്. എന്നോടിങ്ങനെ ദേഷ്യപ്പെടാതെ. എനിക്കറിയായിരുന്നു. ഞാനത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. സത്യം അത് ആയിരുന്നു, അത് ഞാൻ മറച്ചു വെച്ചതെന്ന് ഞാൻ പറയാം. സമാധാനത്തോടെ അത് നിങ്ങൾ കേട്ട് നിൽക്ക്. നിങ്ങൾ മുറിയിൽ ചെന്നിരിക്ക്, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ഞാൻ പറയാം. എനിക്ക് ചായയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഇനിയും നീ എന്നെ വിഡ്ഢിയാക്കിയാലുണ്ടല്ലോ. അവിടെ കിടക്കുന്നൊരു സാധനം എടുത്തിട്ട് അവരുടെ തലമണ്ട കടിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ ഒരു നിമിഷം അവൻ കൈ നിർത്തി വെച്ചു, എന്നിട്ട് അത് തറയിലേക്ക് എറിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്നത്. അച്ഛൻ ചോദിക്കുകയാണ്, ചന്ദ്രേ, എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? അപ്പോൾ ചന്ദ്ര, നിങ്ങളുടെ അരുമ സന്താനം വീണ്ടും കെട്ടിയോളുമായിട്ട് യുദ്ധം തുടങ്ങി. സച്ചി, എടാ സച്ചി, സച്ചി, എന്താടാ പ്രശ്നം? എന്താ? അച്ഛൻ്റെ പുന്നാര മരുമോളുണ്ടല്ലോ, എല്ലാ പ്രശ്നത്തിനും കാരണം. നമ്മൾ കരുതിയതുപോലെ അല്ല അച്ഛ ഇവള്. മനസ്സ് നിറയെ കള്ളത്തരാ. എന്താടാ വിഷയം? നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ല? ഈ തലയിൽ എന്താ ഒരു കെട്ട്? എന്താ നിനക്ക് പറ്റിയേ? ഒരാളോട് വഴക്കുണ്ടാക്കി അയാൾ അടിച്ചതാ അച്ഛാ. ശ്രീകാന്ത് പറയാണ്. ആരോടാടാ നീ വഴക്കുണ്ടാക്കിയേ? അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏട്ടത്തിയുടെ കൈപിടിച്ച് വലിച്ച് ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ലേ? ഏട്ടനന്ന് അവനെ അടിച്ചിരുന്നു. അവനുമായിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എടാ, ഇപ്പം നീ അവനുമായിട്ട് എന്താ പ്രശ്നം ഉണ്ടായേ? എന്തിനാ നീ അവനുമായിട്ട് വഴക്കുണ്ടാക്കിയേ? അപ്പം സച്ചി പറയാണ്, ദേ നിൽക്കുന്ന കണ്ടില്ലേ, വലിയ ഹരിശ്ചന്ദ്രത്തി. എല്ലാത്തിനും കാരണം ഇവളാ. ഒന്നും അറിയില്ല, പാവം എന്നൊക്കെയല്ലേ അച്ഛൻ ഇവളെക്കുറിച്ച് പറയാറ്.
അടിച്ച കള്ളേ ഇവള്. നന്നായി കള്ളം പറയാൻ അറിയാം ഇവൾക്ക്. എന്തൊക്കെയാടാ ശ്രീകാന്ത് ഇവൻ പറയുന്നേ? അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടത്തി ഞാൻ പറഞ്ഞതല്ല, ഏട്ടൻ ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഏട്ടൻ തന്നെ കണ്ടുപിടിച്ചതാണ്. എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് ഇവൻ്റെ വാ കൂടി നീ മൂടിക്കെട്ടി വെച്ചു അല്ലേ? എന്തിനാ നീ എന്നോട് ഈ ദ്രോഹം ചെയ്തേ? എന്താ നിൻ്റെ മനസ്സിൽ? നീ ഇവിടുത്തെ വലിയ ആളാണെന്നോ? എന്ത് വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് നീയാണല്ലേ? എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് നീ ഇവനെ വിലക്കി. അതിന് മാത്രം നീ ആരാ? നിന്ന് തിളക്കാതെ. നീ ഇങ്ങനെ കയർത്ത് സംസാരിക്കാൻ മാത്രം ഇവളെന്ത് തെറ്റാ ചെയ്തേ? എന്നോട് രേവതി എന്ത് തെറ്റാ ചെയ്തേന്ന്? എൻ്റെ കാറ് പോലീസ് പിടിക്കാൻ കാരണം ഗജാനന്ദനാ. അവനവൻ്റെ ആൾക്കാരെ കൊണ്ട് എൻ്റെ കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം പോലീസിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ കാറിൽ കഞ്ചാവ് കിടത്തുകയാണെന്ന്. എടാ, എന്തിനാ അവൻ നിന്നോട് അങ്ങനെ ചെയ്തേ? 2-3 തവണ അവൻ എൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചിരുന്നു. ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും വന്നിരുന്നു അവൻ. അന്നും അവൻ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. അതിനൊക്കെയുള്ള പ്രതികാരം ചെയ്തതാ അവൻ. അപ്പോൾ കാറി സ്ഥിതിയിലാവാനുള്ള പ്രധാന കാരണം ഇവളാണല്ലേ? ചന്ദ്ര പറയാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവള് കാരണം ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ആരും അത് കേട്ടില്ല. അച്ഛൻ പറയാണ്, ഒന്ന് നാവടക്ക് ചന്ദ്ര. അവൻ കാറിൽ കഞ്ചാവ് വെച്ചതിന് ഈ കുട്ടി എന്താ പിഴിച്ചേ? എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? ഒച്ചോ ഇവൾക്ക് സത്യം ആദ്യമേ അറിയായിരുന്നു. ഗജാനന്ദനാണ് കാറിൽ കഞ്ചാവ് വെച്ചതെന്ന് ഇവൾക്ക് ആദ്യമേ അറിയായിരുന്നു. കാറിൽ സാധനങ്ങൾ കയറ്റിയില്ലേ? ആ സ്ഥലം മഹേഷ് പറഞ്ഞിരുന്നില്ലേ? നമുക്ക് ആ സ്ഥലത്ത് പോയി ഒന്ന് അന്വേഷിച്ചാലോ? ഇപ്പോൾ വിളിച്ചവരെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് നോക്കാം. അവൻ എല്ലാം പറയുകയാണ്. നമുക്ക് ഷോപ്പിൽ കയറി ഒന്ന് ചോദിച്ചു നോക്കാം. കണ്ടു കാണുമല്ലോ. ശ്രീകാന്തേ, ദേ അവിടേക്ക് നോക്കിയേ. അവിടെ CCTV ഉള്ള ദൃശ്യം അവൾ കാണുകയാണ് ആ സമയത്ത്. അപ്പോഴാണ് രേവതി പറയുന്നത് ശ്രീകാന്തിനോട്, ഗജാനന്ദൻ്റെ ആളായത് ചതിച്ചത് ഗജാനന്ദനാ. ഉണ്ടായ സംഭവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകാന്ത് അച്ഛനോട്. അപ്പോൾ സച്ചി പറയാണ്, സത്യം അറിഞ്ഞിട്ടും ഇവൾ എന്നോട് പറഞ്ഞില്ല, ഇവൾ എന്നോട് മറച്ചു വെച്ചു. ചന്ദ്ര പറയാണ്, ഇവൾ ഏത് ഇനമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ശ്രുതി പറയാണ്, ശ്രീകാന്തേ, ആ CCTV ദൃശ്യം അന്ന് തന്നെ പോലീസിനെ കാണിച്ചിട്ട് അവൻ ചെയ്തതാണെന്ന് പറയണമായിരുന്നു. അന്ന് സച്ചിയേട്ടനെ എങ്ങനെ പുറത്തിറക്കണം അന്ന് അത് മാത്രമായിരുന്നു ആലോചിച്ചത്. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, മോളെ രേവതി, ഇതിനു മുമ്പ് നീ എന്തുകൊണ്ടാ ഈ കാര്യം അവനോട് പറയാതിരുന്നേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവളോട് ആ കാര്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ആ കാര്യം എന്നോട് ഇതിനു മുമ്പേ പറഞ്ഞില്ല? സച്ചി അവൻ്റെ കൈ സീറ്റോട് നന്നായിട്ട് അടിച്ചു. നീ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കാറിപ്പോൾ വർക്ക്ഷോപ്പിൽ കിടക്കില്ലായിരുന്നു. അത് പറയാണ്, കാറ് വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഏട്ടത്തിയല്ല, ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ അന്ന് പോലീസുകാരെ തല്ലിയതിൻ്റെ ദേഷ്യത്തില്ല അവർ കാറ് അങ്ങനെ ആക്കിയത്. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമല്ലേ അവർ എൻ്റെ കാറിൻ്റെ മേൽ കൈവച്ചത്. ഞാൻ അകത്ത് കിടക്കുമ്പോൾ സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ വീഡിയോ കാണിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തായിരുന്നു. എന്നെ ചതിച്ച ഗജാനന്ദനെ പിടിച്ച് അകത്തിടായിരുന്നു. ഒക്കെ ഏട്ടൻ്റെ അസംശയം മാത്രമാണ്. ഏട്ടൻ്റെ മുൻകോപം കാരണമാണ് പോലീസ് അടിച്ചത്. ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ശ്രീകാന്തേ, നീ ആവശ്യമില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. നീ എന്നിൽ നിന്ന് ആ കാര്യം മറച്ചു വെച്ചത്. ഇപ്പം എൻ്റെ കാറ് പോയി, ക്യാഷും പോയി. വാടക കാർ ഓടിക്കേണ്ട ഗതികേടാ. ലോണാണെങ്കിൽ അടക്കാൻ പറ്റുന്നില്ല. കടം കുന്നുകൂടുക. നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയാതിരുന്നിട്ട് എനിക്ക് എന്ത് നല്ലതാടി ഉണ്ടായേ? ആ CCTV ദൃശ്യം ഇപ്പോഴും അവിടെ കാണില്ലേ സച്ചി? അത് വാങ്ങി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ പോരെ? അതവിടെ എടുത്തു വെച്ചിരിക്കല്ലേ? രേവതി വിളിക്കുകയാണ്, ശ്രീകാന്ത് അടുത്തി, അന്ന് നമ്മൾ കണ്ട CCTV ദൃശ്യം ഇപ്പോൾ അവരുടെ കയ്യിലില്ല അടുത്തി. അതവർ ഡിലീറ്റ് ചെയ്തു. അന്ന് ഞാൻ ആ ദൃശ്യം എൻ്റെ ഫോണിൽ പകർത്തിയായിരുന്നല്ലോ, അതും ഡിലീറ്റായിപ്പോയി. സച്ചി പറയാണ്, എല്ലാത്തിനും കാരണം നീയാ. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതെല്ലാം ആയത്. നീ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. എന്നെ കടക്കാരനാക്കിയില്ലേ നീ? ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ നിങ്ങൾ അവനെ തല്ലിക്കൊല്ലുമായിരുന്നു. ആ ഭയം കാരണമാണ് ഞാൻ പറയാതിരുന്നത്. അച്ഛൻ പറയാണ്, സച്ചി, നിൻ്റെ നല്ലതിന് വേണ്ടിയാ അന്നവൾ ആ കാര്യം പറയാതിരുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നത്? അച്ഛൻ ഇവളെ ന്യായീകരിക്കാൻ നിൽക്കുകയാണോ? 2 ലക്ഷത്തിലധികം രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അതിന് കാരണം ആരാ? പണം പോയാൽ പിന്നീട് തിരികെ വരും. രേവതി പറയാ, നിങ്ങൾ വെട്ടാനും കുത്താനും പോയാൽ നിങ്ങളെ ഭാവി എന്താവും? അതെൻ്റെ ഇഷ്ടം, ഞാൻ എന്തും ചെയ്യും. അതിന് നിനക്കെന്താ? സത്യം നീ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ നിന്നോട് ക്ഷമിക്കില്ല രേവതി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളോടുള്ള സ്നേഹം കാരണമാണ്. എനിക്ക് മനസ്സിലായി നിൻ്റെ സ്നേഹം. ആർക്ക് വേണം അത്? എടാ സച്ചി, നീ കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി അവളത് മറച്ചു വെച്ചത്. ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു ഭാര്യയും ചിന്തിക്കുന്നത് മാത്രമേ അവളും ചിന്തിച്ചിട്ടുള്ളൂ. അതിലൊരു തെറ്റുമില്ല.
അപ്പം ചന്ദ്ര വന്നിട്ട് പറയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ഇവള് കാരണം. ഇവളുടെ വീട്ടിൽ വെച്ച് ഇവൾക്ക് വേണ്ടിയല്ലേ ദേ ഇവനും അവനുമായിട്ട് വഴക്കുണ്ടാക്കിയത്. അവൻ്റെ വൈരാഗ്യത്തിനു കാരണം ആ സംഭവമല്ലേ. ും ഇവള് സത്യം പറയാതെ മൂടി വെച്ചു. കൊള്ളാം ചന്ദ്ര, നിന്റെ ഈ എരിവ് കയറ്റുന്ന വർത്തമാനം ഒന്ന് നിർത്ത്. ചുമ്മാതെ കിടന്ന് ആടുക, അതിനിടയിൽ നീ അവൻ്റെ കാലിന് ചിലങ്കേറ്റി കൊടുക്കുക. സച്ചി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ വഴക്കടിക്കരുത്. എങ്ങനെ വിടും അച്ഛാ? ഇതിൻ്റെ പേരിൽ സച്ചിക്ക് അവളോട് വെറുപ്പ് തോന്നി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി ഇവിടെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.